കണ്ണൂരിലേക്കൊരു യാത്ര. ഓക്കെ, നമ്മൾ അന്ന് രാത്രിയാണ് പുറപ്പെടുന്നത്. അവിടെ പോയി സ്റ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ പറശ്ശിനിക്കടവിലേക്ക് പോവാണ്. അത്യാവശ്യം നല്ല നേരം വൈകിയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ ചെറിയ ബോട്ടിംഗ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് അതും കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ ചെറിയ രീതിയിലുള്ള ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അപ്പം നമ്മളെ മനസ്സിലുണ്ടായിരുന്നത് ഫസ്റ്റ് പറശ്ശിനിക്കടവ് വരണം, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടനാർ കേളൻ എന്ന് പറഞ്ഞ തെയ്യം കാണാൻ പോകണം എന്നുള്ളതാണ്. ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്നുള്ള പ്ലാനിലൂടെയാണ് വന്നത്. പക്ഷെ അവിടെ എത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ഉച്ചയ്ക്കാവുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോണൊന്ന് ചെക്ക് ചെയ്ത സമയത്ത് ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു ഇങ്ങനെ ഈ നീലിയാർക്കോട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു തെയ്യമുണ്ട്. അത് ഓൾറെഡി നമ്മളെ മനസ്സിൽ ഉണ്ടായിരുന്നൊരു കാര്യം, പക്ഷെ അന്ന് നടക്കുമെന്ന് വിചാരിച്ചിട്ടില്ല, വേറെ ദിവസം വരാമെന്നാണ് വിചാരിച്ചത്. ഇതൊരു പ്രത്യേകതര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇതിനോടൊക്കെ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമ്മളായിരുന്നു അവിടെ ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്. അവർ വേഷം ധരിക്കുന്ന സ്ഥലത്തെത്തി, അതൊക്കെ കണ്ട് നിൽക്കാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, നമുക്ക് അവിടേക്ക് നടക്കുന്ന സമയത്തൊക്കെ പ്രത്യേക ഒരു സന്തോഷം അനുഭവപ്പെടും, മനസ്സിനൊക്കെ ഭയങ്കര സമാധാനം ഫീൽ ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഒരു കംപ്ലീറ്റ് ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. കാരണം ഒരുപാട് ഒച്ചയും ബഹളവും ഒന്നുമില്ല. ഇതൊരു ഉത്സവം മാതിരി നടക്കുന്നതല്ല, വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കാര്യമല്ല, ആഴ്ചയിൽ ഇത്ര ദിവസങ്ങളെന്ന് പറഞ്ഞിട്ട് നടക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നടക്കാൻ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ നടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വന്ന് പ്രാർത്ഥിച്ച് അതിനുവേണ്ടി നേർന്ന് അത് കഴിഞ്ഞ് ആഗ്രഹം സാധിച്ചാൽ ഇത് നമുക്ക് എല്ലാവർക്കും കഴിപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.